അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, തൊട്ടാൽ 7 വട്ടം നിർബന്ധമായിട്ടും കഴുകണം എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുള്ള, മാത്രമല്ല നാഴ ഉള്ള വീട്ടിൽ ഒരിക്കലും റഹ്മത്തിൻ്റെ മലക്ക് ഇറങ്ങില്ല എന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാം. എന്നാൽ പരിശുദ്ധ ഇസ്ലാം പറയുകയാണ്, ഈ നാഴയുടെ 10 സ്വഭാവങ്ങളിൽ ഏതെങ്കിലും ഒരു സ്വഭാവം നമ്മിൽ ഉണ്ടായാൽ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ വീഡിയോയിൽ പറയുന്ന നായയിൽ കാണുന്ന 10 സ്വഭാവങ്ങൾ, ഈ സ്വഭാവം ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് പരിശുദ്ധമായ സ്വർഗമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു തആല ഇത് നമുക്ക് മനസ്സിലാക്കാൻ ഭാഗ്യം നൽകട്ടെ. റബ്ബ് സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും അവൻ്റെ പരിശുദ്ധമായ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കറിയാം നായ തൊട്ടാൽ നജസാണ്. നായ നമ്മുടെ വീട്ടിൽ വളർത്തിയാൽ റഹ്മത്തിൻ്റെ മലക്ക് ഇറങ്ങില്ല. എന്നാൽ പല ആളുകളും നായയെ അതുകൊണ്ട് തല്ലി ഓടിക്കും, കല്ലെടുത്തെറിഞ്ഞ് ആട്ടി ഓടിക്കും. എന്നാൽ ഒരിക്കലും പരിശുദ്ധ ഇസ്ലാം ഈ ഒരു ജീവിയെ നികിഷ്ടജീവിയായി പറയുന്നില്ല. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, നായക്ക് വെള്ളം കൊടുത്ത ഒരു സ്ത്രീ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ്. മാത്രമല്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം ഓതൽ സുന്നത്തായ ഒരു സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. ആ സൂറത്തിൽ പ്രതിപാദിക്കുന്ന അസ്ഹാബുൽ കഹ്ഫിൻ്റെ ആളുകളുടെ കൂടെ ഉണ്ടായിരുന്ന കിത്ബീർ എന്ന പേരുള്ളത് അതൊരു നായയായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നായ പരിശുദ്ധ ഇസ്ലാമുമായിട്ട് ബന്ധമുണ്ട്. ഒരിക്കലും നായയെ നമ്മൾ അവഗണിക്കരുത്, മാറ്റി നിർത്തരുത്. ഒരു കാര്യവുമില്ലാതെ ആക്രമിക്കരുത്, കല്ലെടുത്ത് എറിയരുത്. കാരണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നായ എന്നുള്ള ആ ജീവി അള്ളാഹുവിനെ വണങ്ങുന്ന, അള്ളാഹുവിനെ സ്മരിക്കുന്ന, അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു ജീവിയാണെന്ന് മഹാനായ ഇമാം ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന, തെരുവിലൂടെ നടന്നു പോകുന്ന, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നായയെ നമ്മൾ കണ്ടാൽ ഒരു വിശ്വാസി അറിഞ്ഞിരിക്കേണ്ട 10 സ്വഭാവങ്ങളുണ്ട്. മഹാനായ ഇമാം ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു ഇടക്കൊക്കെ കൂടെയുള്ളവരുടെ സ്വഭാവം കാണുമ്പോൾ പറയുമായിരുന്നു, എടാ പട്ടിയുടെ സ്വഭാവം കണ്ടുപിടിക്ക്, നായയുടെ സ്വഭാവം കണ്ടുപിടിക്ക്, എന്നാലേ നീ നന്നാവുകയുള്ളൂ എന്ന്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നായയുടെ ഞാൻ ഈ പറഞ്ഞു തരുന്ന പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ച ഈ 10 സ്വഭാവങ്ങളിൽ ഏതെങ്കിലും ഒരു സ്വഭാവം മതി നമുക്ക് സ്വർഗത്തിലേക്കെത്താൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പലരും ആട്ടി ഓടിക്കുന്ന, അകറ്റി നിർത്തുന്ന, കല്ലെടുത്തെറിയുന്ന ഈ നായയുടെ ഈ 10 സ്വഭാവങ്ങളുണ്ടല്ലോ, ഒരു മുഅ്മിനായ മനുഷ്യന് നിർബന്ധമായിട്ടും വേണ്ട കാര്യമാണ്. അപ്പോൾ ഞാൻ അധികമൊന്നും വിശദീകരിക്കുന്നില്ല. നമുക്ക് നായയുടെ ആ 10 സ്വഭാവങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം. അതിൽ ഒന്നാമത്തേതാണ് നായക്ക് ഉറക്കം കുറവാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ മണിക്കൂറുകളോളം ഉറങ്ങുന്നത് പോലെ ഒരിക്കലും നായ ഉറങ്ങില്ല. നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്തൊന്നും നായ ഉറങ്ങുന്നില്ല. ഇനി അഥവാ നായ ഉറങ്ങുകയാണെങ്കിൽ 4 ഭാഗത്തെയും സർവ്വതും നായ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ അനക്കം കേട്ടാൽ തന്നെ അപ്പോൾ അത് നായ അറിയും. മാത്രമല്ല, നമ്മൾ രാവിലെ പുലർച്ചെ നേരത്തെ എണീൽക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നായ എണീൽക്കും. എന്തിനേറെ പറയുന്നു, സുബഹി സമയത്ത് നല്ല കാറ്റും ചോരിക്കൊരിയുന്ന മഴയുമാണെങ്കിൽ പലരും എന്താണ് ചെയ്യുക? ആ പുതപ്പ് അങ്ങ് മൂടിക്കിടക്കും. സുബഹി പോലും നിസ്കരിക്കാത്തവരുണ്ടാകും. ഇനി സുബഹിക്ക് എണീറ്റാലും സുബഹി നിസ്കരിച്ച് അതിവേഗം ആ പുതപ്പ് മൂടി കിടന്നുറങ്ങും. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നായക്ക് മഴയായാലും വെയിലായാലും മഞ്ഞായാലും എന്ത് തന്നെ കാലാവസ്ഥയായാലും നായ ഒരിക്കലും ഉറങ്ങില്ല.
അതിനൊരു സമയമുണ്ട്. ആ സമയം മാത്രം കുറച്ച് നേരം ഉറങ്ങും. അല്ലാത്ത സമയത്തൊന്നും നായ ഉറങ്ങുന്നില്ല. നായക്ക് ഉറക്കം കുറവാണ്. നായയുടെ ഈ ഒരു സ്വഭാവമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇത് സ്വാലിഹീങ്ങളുടെ അടയാളമാണ്. സ്വാലിഹീങ്ങൾ ഇതുപോലെയാണ്, അവർക്ക് ഉറക്കം കുറവായിരിക്കും. അതല്ലേ അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്, പാതിരാ സമയത്ത് ഫാനും എ സിയും ഒക്കെ ഓൺ ചെയ്ത് ആഡംബര മെത്തയിൽ നല്ല പുതപ്പും മൂടി സുഖത്തോടു കൂടി കിടക്കുന്ന സമയത്ത് എനിക്ക് ഉറക്കമല്ല വലുത്, എനിക്ക് ആഡംബര സുഖമല്ല വേണ്ടത്, എനിക്ക് എൻ്റെ റബ്ബാണ് വലുത്, എനിക്ക് എൻ്റെ റബ്ബാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ആ വിരിപ്പ് വലിച്ചെറിഞ്ഞുകൊണ്ട് 2 റക്അത്ത് ആ സമയത്ത് നിസ്കരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകാൻ പോകുന്നത് പരിശുദ്ധമായ സ്വർഗമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്. അപ്പോൾ അമിതമായിട്ട് ഉറങ്ങരുത്. എന്നാൽ ഉറക്കം നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ്. എന്നാൽ ചില ആളുകളുണ്ട്, വെറുതെ കിടന്ന് അങ്ങനെ ഉറങ്ങും. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അമിതമായിട്ട് ഉറങ്ങുന്നത് നമ്മുടെ ശരീരത്തിന് ക്ഷീണം വരും, പല രോഗങ്ങളും അതുകൊണ്ട് കയറി വരും. മാത്രമല്ല അവർക്ക് ദാരിദ്ര്യമുണ്ടാകും. സുബ്ഹി സമയത്ത് കിടന്നുറങ്ങിയാൽ ദാരിദ്ര്യം ഉറപ്പാണ്. അതുപോലെ ളുഹർ സമയത്ത് കിടന്നുറങ്ങാൻ പാടില്ല, അസർ സമയത്ത് കിടന്നുറങ്ങാൻ പാടില്ല. അങ്ങനെ കിടന്നുറങ്ങാൻ പാടില്ലാത്ത ഒരുപാട് സമയങ്ങളുണ്ട്. ഞാനിപ്പോൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇനി നായയുടെ രണ്ടാമത്തെ സ്വഭാവമാണ്, നായ വളരെ കുറച്ച് മാത്രമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ. നിങ്ങൾ നായക്ക് കുറച്ച് ഭക്ഷണം കൊടുത്തു നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുറച്ച് മാത്രമേ അതിൽ നിന്നും നായ കഴിക്കുകയുള്ളൂ. വയറ് ഒരിക്കലും നായ നിറക്കുകയില്ല. എന്നാൽ നമ്മളാണെങ്കിലോ, ഒരു കല്യാണത്തിനൊക്കെ പോയാൽ ഫ്രീ അല്ലേ ഭക്ഷണം, വേണ്ടുവോളം തിന്നല്ലോ എന്ന് കരുതി വയറ് നിറയെ ഭക്ഷണം കഴിക്കും. എന്നിട്ട് ചില ആളുകൾക്കൊന്നും നടക്കാൻ കഴിയില്ല, പാമ്പ് ഇര വിഴുങ്ങിയതുപോലെയായിരിക്കും നടക്കുന്നത്. എന്നാൽ നായയാണെങ്കിലോ വളരെ കുറച്ച് മാത്രമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ. അത് സ്വാലിഹീങ്ങളുടെ അടയാളമാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. സ്വാലിഹീങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിക്കാൻ വേണ്ടി മാത്രം ഭക്ഷണം കഴിക്കുക, അല്ലാതെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം ജീവിക്കരുത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകാഹാരങ്ങളൊക്കെ വേണം. എന്നാൽ അത് അമിതമായാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് അതുകൊണ്ട് ഒരുപാട് രോഗങ്ങൾ വന്നു കയറും. നമ്മൾ രോഗിയായി മാറും. നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം വർദ്ധിക്കുകയല്ല ചെയ്യുന്നത്, നമ്മുടെ ശരീരം ക്ഷീണിക്കുകയാണ്. നായകളൊക്കെ നല്ല ആരോഗ്യത്തോടു കൂടി നടക്കാൻ സാധിക്കുന്നത്, നല്ല വേഗത്തിൽ ഓടാൻ സാധിക്കുന്നത് അമിതമായിട്ട് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണ്, നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഭക്ഷണം അമിതമായി കഴിക്കാതിരിക്കുക. ഇത് സ്വാലിഹീങ്ങളുടെ അടയാളമാണ്. ഇനി നായയുടെ മൂന്നാമത്തെ സ്വഭാവമാണ്, നായയെ എത്ര ആട്ടി ഓടിച്ചാലും ഒരിക്കലും യജമാനനെ മറക്കുകയോ വെറുക്കുകയോ തള്ളിപ്പറയുകയോ ചെയ്യില്ല. നമ്മൾ നായക്ക് ഭക്ഷണം നൽകി നായയെ വളർത്തിക്കഴിഞ്ഞാൽ നായ ഒരിക്കലും നമ്മെ മറക്കില്ല, നമ്മെ വെറുക്കില്ല. ആ ഒരു നന്ദി എപ്പോഴും നായക്ക് നമ്മോടുണ്ടാകും. മനുഷ്യരെ പോലെയല്ല. മനുഷ്യർക്കൊക്കെ നമ്മൾ ഒരുപാട് സഹായം ചെയ്താൽ ആ സഹായം ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു കുറവ് സംഭവിച്ചാൽ പിന്നീട് നമ്മൾ ചെയ്ത ആ സഹായത്തിനൊന്നും ഒരു വിലയുണ്ടാകില്ല. അതൊക്കെയും അവർ മറന്നുപോകും. പിന്നീട് അവർ നമ്മോട് ശത്രുക്കളായിരിക്കും. നമ്മൾ അവരെ സഹായിച്ചതൊന്നും അവരുടെ ഓർമ്മയിലുണ്ടാകില്ല. അതിനൊന്നും അവർ നന്ദി കാണിക്കില്ല. നമ്മൾ ആർക്കെങ്കിലും കടം കൊടുത്താൽ, സാമ്പത്തിക പ്രയാസം വരുമ്പോൾ അവരുടെ ബുദ്ധിമുട്ട് കണ്ട് നമ്മൾ സഹായിച്ചാൽ, കടം കൊടുത്താൽ, പിന്നീട് ആ കടം കൊടുത്ത പണം തിരികെ ചോദിക്കുമ്പോൾ അവർക്ക് നമ്മോട് വലിയ ദേഷ്യമായിരിക്കും. പിന്നീട് നമ്മളായിരിക്കും കുറ്റക്കാർ. ഇതാണ് മനുഷ്യർ. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ നായക്ക് വിശന്നലഞ്ഞ സമയത്ത് ഒരു തുള്ളി വെള്ളം കൊടുത്താൽ ആ നായ അത് ചാകുന്നത് വരെ അത് മറക്കില്ല. എപ്പോഴും അത് ഓർമ്മയിൽ കാണും. നമ്മെ കാണുമ്പോൾ ആ ഒരു നന്ദിക്ക് വേണ്ടി അത് വാലാട്ടും. ആ നന്ദി എപ്പോഴും അത് കാണിക്കും.
അതാണ് മനുഷ്യനും നായയും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം നായയെ ഒരിക്കലും തള്ളിപ്പറയാത്തത്. എത്ര തന്നെ ആട്ടി ഓടിച്ചാലും അകറ്റി നിർത്തിയാലും യജമാനനെ മറക്കാത്ത, ഒരു തുള്ളി വെള്ളം കൊടുത്തവനെ മറക്കാത്ത നായയുടെ ഈ സ്വഭാവമുണ്ടല്ലോ, ഇതൊരു മുഅ്മിനായ മനുഷ്യന് വേണ്ടതാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരിക്കലും നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആലയെ മറക്കരുത്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പല പരീക്ഷണങ്ങളും നൽകും. ആ പരീക്ഷണങ്ങളിലൊക്കെ നമ്മൾ എല്ലാം അല്ലാഹുവിലേക്ക് ബരമേൽപ്പിക്കുക, അല്ലാഹുവിനെ മറക്കാതിരിക്കുക. കാരണം നമ്മൾ തന്നെ ഉണ്ടായത്, നമ്മൾ ഇവിടെ ജീവിക്കാൻ കാരണം, നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നൽകുന്നത് എല്ലാം അല്ലാഹുവല്ലേ. അപ്പോൾ നമ്മൾ ഒരിക്കലും അല്ലാഹുവിനെ മറന്നു പോകരുത്. അതാണ് നായയുടെ ഈ സ്വഭാവത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒരു പാഠം. ഇനി നായയുടെ നാലാമത്തെ സ്വഭാവമാണ്, നായക്ക് താമസിക്കാൻ കുറച്ച് സ്ഥലം മാത്രം മതി. നായക്ക് കിടന്നുറങ്ങാൻ നമ്മളെപ്പോലെ വലിയ AC റൂമോ ആഡംബര മെത്തയോ ബെഡോ ഒന്നും തന്നെ വേണ്ട. നായക്കൊരു മരത്തിൻ്റെ ചുവട്ടിലോ അല്ലെങ്കിൽ മാളത്തിലോ വിറക് പെരയിലോ കുറച്ച് സ്ഥലം കിട്ടിയാൽ നായ അവിടെ കിടന്നുറങ്ങിക്കോളും. ഇത് വിനയാനിതനായ ഒരു അടിമയുടെ സ്വഭാവമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയതിൽ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ആൾ, അത്തരത്തിലുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധമായ സ്വർഗമാണ് നൽകുന്നത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിൻ്റെ റസൂൽ വിവാഹത്തിൻ്റെ തലേ ദിവസം കൊടുക്കുന്ന 16 ഉപദേശങ്ങളുണ്ട്. അതിൽ ഒരു ഉപദേശം ഇതാണ്: ഫാത്തിമ, നീ വിവാഹം ചെയ്ത് പോയി താമസിക്കുന്ന സ്ഥലത്ത് എന്താണോ അവിടെയുള്ളത് അതിൽ നീ തൃപ്തിപ്പെട്ട് ജീവിക്കണം, അതിൽ സന്തോഷിക്കണമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്. അപ്പോൾ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുക, അത് നായയുടെ സ്വഭാവത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഒരു പാഠമാണ് എന്ന് മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. ഇനി നായയുടെ 5ാമത്തെ സ്വഭാവമാണ്, നായ നാട് മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന ഒരു ജീവിയാണ്. നാട് മുഴുവൻ ചുറ്റിക്കറങ്ങും നായ. നായയുടെ ഈ ഒരു സ്വഭാവമുണ്ടല്ലോ, മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇത് സ്വാലിഹീങ്ങളുടെ, അള്ളാഹുവിനെ തവക്കുലാക്കുന്നവരുടെ, മുഹിബ്ബീങ്ങളുടെ സ്വഭാവമാണ് എന്ന്. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ലോകം മുഴുവനും ചുറ്റിക്കറങ്ങണം. നമ്മൾ അറിയാത്ത, നമ്മൾ കാണാത്ത എത്രയോ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, പടപ്പുകൾ ഈ ഭൂമി ലോകത്തുണ്ട്. അതൊക്കെയും കണ്ടാൽ തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. പ്രിയപ്പെട്ടവരെ, അതൊക്കെയും കണ്ട് അള്ളാഹുവിനോട് നമ്മൾ ശുക്ർ ചെയ്യണം, നന്ദി പറയണം, അൽഹംദുലില്ലാ എന്ന് പറയണം. മാത്രമല്ല, നമുക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയ അനുഗ്രഹങ്ങൾ എത്ര വലുതാണെന്ന് നമുക്ക് അപ്പോഴാണ് മനസ്സിലാകുക. നമുക്ക് വീടുണ്ട്, നമുക്ക് വസ്ത്രമുണ്ട്, നമുക്ക് കുടുംബമുണ്ട്, നമുക്ക് വാഹനമുണ്ട്, നമുക്ക് എല്ലാ സുഖ സൗകര്യങ്ങളുമുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വീടില്ലാത്തവരുണ്ട്, ഒരു നേരത്തെ ഭക്ഷണം ലഭിക്കാത്തവരുണ്ട്, കുടുംബമില്ലാത്തവരുണ്ട്, ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടിയിട്ട് കിലോമീറ്ററുകളോളം സഞ്ചരിക്കേണ്ട അവസ്ഥ വരുന്ന ആഫ്രിക്കയിലെയും മറ്റ് രാജ്യങ്ങളിലെയുമുള്ള ജനങ്ങളുടെ ഒരു അവസ്ഥ. മാത്രമല്ല, അന്തി ഉറങ്ങാൻ ഒരു വീടില്ല, ഒരു കിടപ്പറയില്ല. അങ്ങനെ പ്രയാസപ്പെടുന്ന എത്ര ആളുകൾ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മൾ ലോകമെമ്പാടും ചുറ്റിക്കറങ്ങുമ്പോൾ പല ആളുകളുടെയും പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് എത്ര വലിയ അനുഗ്രഹങ്ങളാണ് നൽകിയിട്ടുള്ളത് എന്ന്. അങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് അറിയാനും പഠിക്കാനും അള്ളാഹുവിലേക്ക് അടുക്കാനും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ യാത്ര ചെയ്യുന്നത് നല്ലതാണ്. യാത്ര ചെയ്യുന്നത് അള്ളാഹു നമുക്ക് നൽകുന്നൊരു അദാബാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. കാരണം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും, ഒരുപാട് പ്രയാസങ്ങളുണ്ടാകും, ഒരുപാട് പ്രതിസന്ധികളുണ്ടാകും, ഒരുപാട് കുടുക്കുകളുണ്ടാകും. അതിനെയൊക്കെ തരണം ചെയ്ത് അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാനും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുമൊക്കെ യാത്ര നല്ലതാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യമാണ്.
ഈ ഒരു അടയാളം പ്രിയപ്പെട്ടവരെ നായയിൽ ഉണ്ട് എന്നാണ് മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി ആറാമത്തെ നായയുടെ സ്വഭാവമാണ്, നായയെ എത്ര അടിച്ചാലും എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടാലും നായ ഒരിക്കലും നമ്മെ മറക്കില്ല. നായ തിരികെ വരും. നായയെ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടാൽ നമ്മൾ വീട്ടിലെത്തുന്നതിൻ്റെ മുമ്പായിട്ട് നായ വീട്ടിലെത്തിയിട്ടുണ്ടാകും. അത് നന്ദിയുള്ളൊരു ജീവി ആയതുകൊണ്ടാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാതിരാ സമയത്ത് നിസ്കരിച്ചു കൊണ്ടേയിരിക്കും. കാലിൽ നീര് വന്ന് കെട്ടിയിട്ടുണ്ടാകും. ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കും, എന്തിനാണ് നബിയെ ഇങ്ങനെ നമസ്കരിക്കുന്നത്? ഈ ലോകം തന്നെ പടക്കാൻ കാരണം നിങ്ങളല്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ നിസ്കരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഓ ആയിഷ, ഞാൻ ഇങ്ങനെ നിസ്കരിക്കുന്നത് അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയാണ്. കുറച്ച് നന്ദി അള്ളാഹുവിനോട് കാണിക്കണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നായയുടെ സ്വഭാവത്തിൽ നിന്നും നമുക്ക് നൽകുന്ന ആറാമത്തെ പാഠം നന്ദിയുള്ളവരാകുന്നതാണ്. ഇനി ഏഴാമത്തെ നായയുടെ സ്വഭാവമാണ്, ഇന്ന സ്ഥലത്ത് തന്നെ താമസിക്കണം എന്നുള്ളൊരു ഡിമാൻഡ് നായക്കില്ല. ഇന്ന സ്ഥലത്ത് തന്നെ കിടക്കുകയുള്ളൂ എന്നൊരു വാശി നായക്കില്ല. അത് മുത്തബക്കിലീങ്ങളുടെ അടയാളമാണ്. ഇനി എട്ടാമത്തെ സ്വഭാവമാണ്, അനന്തരാവകാശികൾക്കായിട്ട് നായ ഒന്നും തന്നെ ബാക്കി വെക്കാറില്ല. മഹാന്മാരായ സ്വഹാബത്തീങ്ങൾ മരണപ്പെടുമ്പോൾ അവസാനമായിട്ട് ഒന്നും തന്നെ അവരുടെ സ്വത്ത് ബാക്കിയുണ്ടായിരുന്നില്ല. മരണപ്പെടുന്ന സമയത്ത് അവരുടെ ഇൽമല്ലാതെ ഒന്നും തന്നെ ബാക്കിയുണ്ടായിരുന്നില്ല. മഹാന്മാരായ പണ്ഡിതന്മാരുടെയൊക്കെ ജീവിതം ഒന്ന് എടുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. അവർ മരണപ്പെടുന്ന സമയത്ത് ബാക്കിയാകുന്നത് അവരുടെ ഇൽമല്ലാതെ സമ്പത്ത് ഒന്നും തന്നെ ഉണ്ടാകില്ല. ഇത് ദുനിയാവ് വെടിഞ്ഞ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിന് വേണ്ടിയിട്ട് പണിയെടുത്തവരുടെ അടയാളമാണ് എന്ന് മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. ഇനി ഒൻപതാമത്തേത്, ഭക്ഷണം മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ പല ആളുകൾക്കും ആർത്തി ഉണ്ടാകും ഭക്ഷണത്തിനോട്. ആ ആർത്തി ഒരു മുഅ്മിനായ മനുഷ്യർക്ക് ഉണ്ടാകാൻ പാടില്ല. ചില കല്യാണ വീട്ടിലൊക്കെ പോയാൽ നമുക്ക് കാണാൻ സാധിക്കും, സപ്ലയർമാർ ഭക്ഷണം ടേബിളിൽ എടുത്തു വെച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചാൽ എല്ലാവരും കൂടി ഒരു ഓട്ടമാണ്. ആ ഓട്ടത്തിനിടയിൽ അവരുടെ മൊബൈൽ ഫോൺ പോകും, വാച്ച് പോകും, അവരുടെ പണം നഷ്ടപ്പെടും, മക്കളെ കാണാതെയാകും. ഇതൊന്നും അവർക്ക് വേണ്ട. അതൊന്നും അവർക്ക് ആ സമയത്ത് ഓർമ്മയില്ല. ആ സമയത്ത് അവർക്ക് ആ ഭക്ഷണത്തിൻ്റെ മുമ്പിൽ എത്തിച്ചേർന്നാൽ മതി. ഇങ്ങനെയുള്ള ഭക്ഷണത്തിനോടുള്ള ആർത്തി നമുക്ക് ഒരിക്കലും പാടില്ല എന്നാണ് നായയുടെ സ്വഭാവത്തിൽ നിന്നും നമുക്ക് കാണിച്ചു തരുന്ന പാഠം എന്നാണ് മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി നായയുടെ പത്താമത്തെ സ്വഭാവമാണ്, നായ എവിടെയെങ്കിലും സ്വയം ഉപേക്ഷിച്ചു പോയാൽ പിന്നീട് ആ ഭാഗത്തേക്ക് ഒരിക്കലും നായ തിരികെ പോകില്ല. ഇത് മഹ്സൂനിങ്ങളുടെ അടയാളമാണ് എന്ന് മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. നായയെ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ആട്ടിപ്പായിച്ചു കഴിഞ്ഞാൽ നായ ഒരിക്കലും പോകില്ല. പിന്നീടും ആ നായ തിരിച്ചു വരും. എന്നാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് നായ സ്വയം ഇറങ്ങിപ്പോയാൽ, ഉപേക്ഷിച്ചു പോയാൽ പിന്നീട് ഒരിക്കലും നായ ആ സ്ഥലത്തേക്ക് തിരിച്ചു വരില്ല. ഇതുപോലെയാണ് അള്ളാഹുവിൻ്റെ മുൻഗാമികളായ സ്വാലിഹീങ്ങൾ, പ്രവാചകന്മാരൊക്കെ ഏതെങ്കിലും ഒരു നാടിനെ വെറുത്തുകൊണ്ട് അവർ പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ആ നാട്ടിലേക്ക് അവർ തിരിച്ചു വരില്ല, തിരികെ പോകില്ല. ഇത് അള്ളാഹുവിൻ്റെ മഹ്സൂനിയങ്ങളുടെ അടയാളമാണെന്ന് മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നായയുടെ ഈ 10 സ്വഭാവങ്ങളിൽ ഏതെങ്കിലും ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നമുക്ക് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗം ലഭിക്കാൻ അത് കാരണമാകുമെന്ന്. ഏതെങ്കിലും ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മതി. ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരിക.
അപ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിയായ നായയിൽ നിന്നും നമുക്ക് ഇത്രയധികം കാര്യം പഠിക്കാനുണ്ട്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞില്ലേ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സൃഷ്ടി അത് മനുഷ്യരാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് നന്നായിക്കൂടെ? അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഈ സ്വഭാവങ്ങളൊക്കെ ചേർത്ത് പിടിക്കാൻ തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് നമുക്ക് ഇഹ്ലോകത്തും അള്ളാഹു വിജയം നൽകട്ടെ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിഹക്കി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.